വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാട് കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു. വനം വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കോളനിക്കടുത്തുള്ള പാറയുടെ സമീപത്തു നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കോളനിക്ക് സമീപം ഉൾവനത്തിലാണ് കാടൻ വീട്ടിൽ കുട്ടന്റെ മകൻ സജി കുട്ടൻ 16 വയസ്സ്, രാജശേഖരന്റെ മകൻ അരുൺകുമാർ 8 വയസ്സ് എന്നിവരെ കാണാതായത്. മാർച്ച് 2-ാം തീയതി രാവിലെ മുതൽ കുട്ടികളെ കാണാനില്ലെന്ന് കാണിച്ച് കോളനി അധികൃതർ കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്നായിരുന്നു കുടുംബക്കാർ പരാതി നൽകിയത്. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും പരിയാരം വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ കാണാതായത്. ബന്ധുവീട്ടിൽ ഉണ്ടാകുമെന്ന് കരുതിയെന്നും കാണാതായ കുട്ടികളിൽ ഒരാളായ സജികുട്ടന്റെ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സഹോദരന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുന്നു എന്നായിരുന്നു സജികുട്ടന്റെ സഹോദരി ചന്ദ്രിക പറഞ്ഞത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നാണ് കുട്ടികളെ കാണാതാവുന്നത്. വനം വകുപ്പും പോലീസും ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായ സജികുട്ടനും അരുൺകുമാറും വഴിതെറ്റി ഉൾക്കാട്ടിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 16-കാരനായ സജികുട്ടനെയും അയൽവാസിയായ 8 വയസ്സുകാരൻ അരുൺകുമാറിനെയും കാണാതാകുന്നത്. ഇരുവരും കാട്ടിനടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയതാകാം എന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ വീണ്ടും തെരച്ചിൽ തുടങ്ങി. 10 പേരുള്ള 7 സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയത്. അന്വേഷണത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മാർച്ച് 2-ാം തീയതി രാവിലെ മുതൽ കുട്ടികളെ കാണാനില്ലെന്നു കാണിച്ച് കോളനി അധികൃതർ കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും പരിയാരം വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കായി തെരച്ചിൽ നടത്തിയത്. അതേസമയം തന്നെ പോലീസ് ഇതിൽ ദുരൂഹത കാണുന്നുണ്ട്. ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് കോളനിക്ക് അടുത്തുനിന്നും 1 കിലോമീറ്റർ മാറിയാണ്. അതേസമയം മറ്റൊരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് 200 മീറ്റർ അകലെയും. 2 പേരും 2 സമയത്താണ് മരിച്ചതെന്നാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ വ്യക്തമായൊരു അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. എന്തായാലും ശാസ്താംപൂവത്ത് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ ആദിവാസി കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് മനസ്സിലാക്കാൻ സാധിക്കുക. 2 കുട്ടികളും എന്തുകൊണ്ടാണ് കാട്ടിനകത്തേക്ക് പരിധി വിട്ടു പോയത്, എന്താണ് അവർക്ക് കാട്ടിനകത്ത് സംഭവിച്ചത് എന്ന് തുടങ്ങി പല ചോദ്യങ്ങളും സംഭവത്തിൽ അവശേഷിക്കുകയാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു കുടുംബം. ഇതിനിടയിലാണ് മരണവാർത്ത എത്തിയത്.